ദീപകം ഹൃദയോദ്ദീപകം ജീവദായകം യേശുവിലെത്രയും സ്നേഹമുള്ളവരെ, ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും ഡിവൈൻ വോയിസിലേക്ക് സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. യേശുനാമത്തിൽ എല്ലാവർക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വചനത്തിലേക്കും അതിൻ്റെ വിചിന്തനത്തിലേക്കും കടക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിപ്പെടലും വലിയ ഇടപെടലും നമ്മുടെ എല്ലാവരും മേൽ ഉണ്ടായിരിക്കട്ടെ. വചനം കൂടുതൽ ആഴത്തിൽ നമ്മുടെ തലയിലേക്ക് കയറാനും അത് തലയിൽ ബുദ്ധിയിൽ മാത്രം നിൽക്കാതെ നമ്മുടെ ജീവിതത്തിലെല്ലാം ഹൃദയത്തിലേക്ക് പോകാനും അത് പ്രാവർത്തികമാക്കാനുള്ള വലിയൊരു കൃപ യേശുനാഥൻ ഈ ഒരു വചന വിചിന്തനത്തിലൂടെ നമുക്കെല്ലാവർക്കും നൽകട്ടെ. പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. പരിശുദ്ധമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമ്മുടെ മേലുണ്ടാകട്ടെ. പരിശുദ്ധമ്മ വചനം കേട്ട് അത് ജീവിച്ചതുപോലെ വചനം കേട്ട് ജീവിക്കാൻ ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വചനം എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ഒരു തവണ അത് വായിച്ചപ്പോഴേക്കും ഭയങ്കര രസകരമായിട്ട് തോന്നി. നമുക്കത് പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായത്തിലെ 1-ാം വാക്യമാണ് നമ്മൾ വിചിന്തനത്തിന് വേണ്ടി എടുക്കുന്നത്. പിന്നെ അവൻ എന്നെ ദേവാലയത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അതാ ദേവാലയ പൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളം ഒഴുകുന്നു. ദേവാലയത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവാലയ പൂമുഖത്തിൻ്റെ വലത് ഭാഗത്ത് ബലിപീഠത്തിൻ്റെ തെക്ക് വശത്ത് അടിയിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് ഒഴുകി. പ്രിയമുള്ളവരെ, ഇതൊരു പക്ഷേ ഇത്തിരി കട്ടിയുള്ളതും നമുക്ക് മനസ്സിലാകാൻ ഇത്തിരി ബുദ്ധിമുട്ടും ഉള്ളതുമായ ഒരു വചനഭാഗമാണ്. ഇതിൽ വളരെ കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത് 47-ാം അധ്യായത്തിൽ, നമ്മളിപ്പോൾ വായിച്ച 47-ാം 1-ാം വാക്യമാണ്. 47-ാം അധ്യായം 9-ാം വാക്യം വായിച്ചപ്പോഴാണ് ഇത് കൂടുതൽ ആഴത്തിൽ ഒന്ന് മനസ്സിലാക്കിയ കൊള്ളാം എന്നൊന്ന്, ഈ ഒരു കാലത്തിൻ്റെ വ്യതിയാനമനുസരിച്ച് ഇതിനെ നമ്മുടെ ഈ ഒരു 21-ാം നൂറ്റാണ്ടുമായിട്ടൊന്ന് ചേർത്ത് വെക്കാമെന്ന് കരുതരുത്. ഇതൊരു കട്ടിയുള്ള വചനഭാഗമാണ് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം POC ബൈബിളിൽ 47-ാം അധ്യായത്തിൽ തുടക്കം കൊടുത്തിരിക്കുന്നത് ദേവാലയത്തിൽ നിന്ന് നീർച്ചാൽ എന്നാണ്. ദേവാലയത്തിൽ നിന്ന് നീർച്ചാൽ, ദേവാലയത്തിൽ നിന്നൊഴുകുന്ന നീർച്ചാൽ, പുളകം കൊള്ളിച്ചൊഴുകുന്ന നീർച്ചാൽ. അപ്പോൾ പ്രിയമുള്ളവർ, ഈ ഒരു വചനഭാഗത്തെ ആത്യന്തികമായിട്ട് നമ്മൾ ബൈബിൾ പണ്ഡിതന്മാരുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ വായിക്കുമ്പോഴേക്കും അതൊരു ഇങ്ങനെയാണ് പറയുക. അതിനെ 2 തരത്തിൽ പറയുന്നുണ്ട് ഈ ഒരു വചനഭാഗത്ത്. എസക്കിയേൽ പ്രവാചകൻ 47-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായ സിയോൺ മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. അങ്ങനെയാണ് ഒരു വിഭാഗം പറയുന്നത്. അതായത് നമ്മളിപ്പോൾ വായിച്ചത് ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന നീർച്ചാൽ എന്നാണ്. ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളം, നീർച്ചാൽ. അതിന് ഒരു വിഭാഗം, ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ്. അത് നമ്മൾ പറയുന്നത് സങ്കീർത്തനം 46:6 അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായ സിയോൺ മലയിൽ നിന്ന് ഉത്ഭവിച്ച നദി എന്നതാണ്. രണ്ടാമത്തേത് ഏദനിൽ നിന്നും പുറപ്പെടുന്ന നദി. അത് ഉൽപ്പത്തി 2:10 പറയുന്നതാണ്. ഇതാണൊരു ഒഫീഷ്യലി അല്ലെങ്കിൽ ആത്യന്തികമായിട്ട് സഭ പഠിച്ചു പറയുന്ന ഈ ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന നീർച്ചാലിനെ കുറിച്ച് പറയുന്ന സിയോൻ്റെ മലയിൽ നിന്ന് ഒഴുകുന്ന നദി. രണ്ടാമത്തേത് ഏദൻ തോട്ടത്തിൽ നിന്ന് ഒഴുകുന്ന നദി.
അങ്ങനെ രണ്ട് തരത്തിലാണ് ഇതിനെ വളരെ കാര്യമായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ ഒപ്പം തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഈ ഒരു ഭാഗത്ത്. മരുഭൂമി മറ്റൊരു പറുദീസയായി മാറുന്ന അനുഭവം. അതായത് ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന ഈ നീർച്ചാല് പുതിയൊരു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. മരുഭൂമിയിൽ അറിയാമല്ലോ, വെള്ളമില്ലാത്ത വരണ്ടുണങ്ങിയ ആ ഒരിടത്തിൽ ജീവൻ്റെ ജലമൊഴുകുമ്പോഴേക്കും അതിനൊരു ഉണർവ് നൽകുന്നുണ്ട്, അതിനൊരു പുതുമ നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു വചനഭാഗം നമ്മളെ ഇത്തിരി കട്ടിയാണെങ്കിൽ പോലും അത് നമുക്കൊന്ന് ലളിതമാക്കാൻ നോക്കാം. കാരണം ഈ ഒഴുകുന്ന നദിയുടെ നന്മയെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളതാണ് ഇവിടെ ചിന്തിക്കാൻ പോകുന്നത്. ഇങ്ങനെ ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന ഈ നദി, അല്ലെങ്കിൽ ഈജിപ്തിനെ പുളകം കൊള്ളിച്ചുകൊണ്ടൊഴുകുന്ന നൈൽ നദിയെക്കുറിച്ചൊക്കെ നമ്മൾ ബൈബിളിൽ പറയുന്നുണ്ട്. ഈജിപ്തിനെ പുളകം കൊള്ളിച്ചുകൊണ്ടൊഴുകുന്ന നൈൽ നദിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന ഈ നദിയുടെ നന്മയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് എസെക്കിയേലിൻ്റെ പുസ്തകം തന്നെ 47-ാം അധ്യായം 9-ാം വാക്യം. ഞാൻ ഈ ഭാഗം കണ്ടപ്പോഴാണ് ഈ നദിയുടെ നന്മയെക്കുറിച്ച് പറയുന്നത്. ഈ നദിയുടെ നൂതന കാലത്തെ നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ടിലെ നദി എന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അതിന് 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ നദിയുടെ നന്മയെക്കുറിച്ച് 6 കാര്യങ്ങൾ. അതാണ് നദിയെ ഉയർത്തി നിർത്തുന്നത്. ഈ 6 കാര്യങ്ങൾ അറിഞ്ഞാലേ ഈ നദി അതൊരു പുതുമയാണെന്നും അതൊരു പുതുജീവനാണെന്നും ഒരു ഉണർവാണെന്നും നമ്മൾ മനസ്സിലാക്കി തരുന്നത്. ഇതൊക്കെയാണ്. ഒന്നാമത്തേത്, നദി അതായത് ഈ ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന നദി, അത് ഒഴുകുന്നിടത്ത് ജീവജാലങ്ങൾ പറ്റം ചേർന്ന് താമസിക്കുന്നു. ഒന്നാമത്തെ കാര്യം, അതായത് ഈ നദി ഒഴുകുന്നിടത്ത് ജീവജാലങ്ങളെല്ലാം പറ്റം ചേർന്ന് അവിടെ താമസിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, ഈ നദിയിൽ ധാരാളം മത്സ്യങ്ങളുണ്ടെന്നാണ് പറയുക. നദിയിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. മൂന്നാമത്തേത്, ഇതിൻ്റെ ചുറ്റിനും അല്ലെങ്കിൽ ഇതിലും ജീവൻ ഉണർന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ ജീവൻ നിറഞ്ഞു നിൽക്കുന്നു. നാലാമത്തേത്, മീൻപിടുത്തക്കാർ കടൽക്കരയിൽ നിൽക്കും. അതായത് ഇതിൻ്റെ തീരത്ത് മീൻപിടുത്തക്കാർ നിൽക്കും. അതായത് അവരുടെ വരുമാന മാർഗം, അവരുടെ ജീവിത മാർഗം ഒക്കെ പലതായിട്ട് നമുക്ക് പറയാം. ഇനി 5-ാമത്തെ കാര്യം പറയുന്നത്, ഇരുവശവും എല്ലാത്തരം വൃക്ഷങ്ങളും സസ്യലതാദികളും വളരും. അതായത് ഈ നദിയുടെ ഇരുവശങ്ങളുമായിട്ട്. ഇനി 6-ാമത്തേത്, ഈ നദി കടലിനെ ശുദ്ധീകരിക്കുന്നു. ഈ നദി കടലിനെ ശുദ്ധീകരിക്കുന്നു. അപ്പോഴേക്ക് പ്രിയമുള്ളവരെ, ഈ ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന ഈ നദിയുടെ പ്രത്യേകതകളാണ് നമ്മൾ വായിച്ചത്, അതിൻ്റെ ഗുണങ്ങളാണ് വായിച്ചത്. ഈ ഗുണങ്ങളാണ് ഈ നദിയെ ഉയർത്തി നിർത്തുന്നത്. അത് സർവ്വ ജീവജാലങ്ങൾക്കും ജീവൻ നൽകുന്നു, പറ്റം ചേർന്ന് ജീവിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ അതിൽ നിറയെ മത്സ്യങ്ങളുണ്ട്, അത് കടലിൻ്റെ ഉപ്പിനെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ അനവധിയായ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുക. എന്നിട്ട് ഏതാണ് ഈ നദി എന്നാണ്. ഏതാണ് ഈ നദി? നേരത്തെ പറഞ്ഞല്ലോ അച്ഛൻ, ഈജിപ്തിനെ പുളകം കൊള്ളിച്ചുകൊണ്ടൊഴുകുന്ന നൈൽ നദി, അത് അവർക്കൊരു വലിയൊരു ജീവനോപാധിയായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഇത്രയേറെ നന്മകൾ നൽകുന്ന, ഇത്രയേറെ പേർക്ക് ജീവിതം നൽകുന്ന, ജീവിത വരുമാനം നൽകുന്ന ഈ നദി ഈ കാലത്ത് ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്നു എന്ന് പറയുമ്പോൾ അത് വേറെ ഒന്നുമല്ല, ദേവാലയത്തിൽ നിന്ന് നമ്മൾക്ക് സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന. നമുക്കിതിനെ പരിശുദ്ധ കുർബാനയോട് ചേർത്ത് ഈ നദിയെ നമുക്ക് പരിശുദ്ധ കുർബാനയോട് ചേർത്ത് നിൽക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ജീവൻ്റെ ജലം. നമ്മൾ
സമരിയാക്കാരിയോട് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് 10-ാം വാക്യം പറയും, ജീവന്റെ ജലം, ഞാൻ നിനക്ക് ജീവന്റെ ജലം തരാം, ഇത് കുടിച്ചാൽ നിനക്ക് ദാഹിക്കില്ല എന്ന് യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഈ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് ഈ പറയും ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന നദി എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുനാഥൻ നൽകുന്ന പരിശുദ്ധ കുർബാനയാണ്. അത് ഈ പറഞ്ഞ പോലെ അതിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അത് ഉണർവാണ്, അത് ജീവനാണ്, സമൃദ്ധിയാണ്, വരുമാനമാണ്, അത് അവൻ്റെ വിശപ്പ് കെടുത്തുന്നവനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് ജീവന്റെ ജലം നൽകാം, ഞാൻ നിങ്ങൾക്ക് ജീവന്റെ അപ്പം നൽകാം. ഇത് ഭക്ഷിക്കുന്നവനോ ഇത് കുടിക്കുന്നവനോ ഒരിക്കലും വിശക്കുകയോ ദാഹിക്കുകയോ ചെയ്യുകയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നദി എന്ന് പറയുന്നത് നമ്മുടെ പരിശുദ്ധ കുർബാനയാണ്. എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞു വെക്കുന്ന ഈ നദി എന്ന് പറയുന്നത് ഈ കാലത്ത് നമ്മുടെ പരിശുദ്ധ കുർബാനയാണ്. ആ പരിശുദ്ധ അൾത്താരിൽ നിന്ന് ഒഴുകുന്ന ഈ ജീവജലം, ഈ നീർച്ചാല് നമ്മളെയൊക്കെ പുളകം കൊള്ളിക്കട്ടെ, നമുക്കൊക്കെ ആത്മീയ ഉണർവ് നൽകട്ടെ. ഈ പരിശുദ്ധ ബലിയർപ്പണം പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുനാഥൻ സ്ഥാപിച്ച് പരിശുദ്ധ കുർബാന ഇന്നും 21-ാം നൂറ്റാണ്ടില് ഒരു കുറവും ലഭിക്കാതെ അത് പൂർവോപരി ഊർജ്ജസ്വരതയോടുകൂടെ ഓരോ ബലിപീഠത്തിലും ഓരോ ദേവാലയത്തിലും അർപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് വെല്ലുവിളികളില്ലാതെ അത് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്, അതിൽ ശക്തിയുള്ളത് കൊണ്ടാണ്, അതിന് ഏതൊരു ശക്തിക്കും തകർക്കാൻ പറ്റാത്തത്രം ശക്തിയും ബലവും ഉണർവും പരിശുദ്ധ കുർബാനയിൽ ഉള്ളത് കൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ ഈ പരിശുദ്ധ കുർബാന പണ്ടേ തകർന്നു പോയാനേ, പണ്ടേ ഇല്ലാതെ പോയാനേ. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവന്റെ ജലം. അതാണ് നമ്മളെ പുളകം കൊള്ളിച്ചുകൊണ്ട് ഒഴുകേണ്ട നദി. അതാണ് എൻ്റെ നരമ്പുകളിലൂടെ ചീറിപ്പാഞ്ഞോടുന്ന രക്തത്തുള്ളികൾ എന്ന് പറഞ്ഞാൽ അതിന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ ദേവാലയത്തിലും ഓരോ ബലിപീഠത്തിലും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളാണ് നമ്മുടെ നീർച്ചാലുകൾ. നമ്മൾക്ക് ഉണർവ് നൽകുന്ന, സമരിയാക്കാരിയോട് പറഞ്ഞ ജീവന്റെ ജലം എന്ന് പറയുന്ന ആ ജലം പരിശുദ്ധ ബലിയർപ്പണമാണ്. നമുക്കൊക്കെ അതിന് വിലയുണ്ടോ എന്ന് ചോദിക്കട്ടെ. നമുക്കൊക്കെ പരിശുദ്ധ കുർബാനയോടുള്ള വിലയുണ്ടോ? പണ്ടൊക്കെ പറയില്ല പോലെ പുല്ലിൻ്റെ വിലയെന്നൊക്കെ നമ്മൾ പണ്ടൊരു സാധാരണ സംസാരത്തിൽ പറയാറില്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, വില കൊടുക്കണം പരിശുദ്ധ കുർബാന. അത് എന്നെ പുളകം കൊള്ളിക്കേണ്ട, എന്നെ ഉയർത്തി നിർത്തേണ്ട, എന്നെ ശക്തിപ്പെടുത്തേണ്ട, എന്നെ ബലപ്പെടുത്തേണ്ട, എന്നെ വഴി നടത്തേണ്ട ഒരു ദിവ്യ ഔഷധമായിട്ട് യേശു തമ്പുരാൻ നൽകിയതാണെങ്കിൽ അത് നമ്മൾ കൂടണം, അത് അനുഭവിക്കണം. പരിശുദ്ധ കുർബാന ഒരു അനുഭവമായി മാറട്ടെ. അത് കാണലല്ല, അത് ഒരു അനുഭവമായി മാറട്ടെ. കുറേ നാളുകൾക്ക് മുമ്പ് സിസ്റ്ററിൻ്റെ വീട്ടിലുണ്ടായ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. അത് ഒരുങ്ങിയപ്പോഴേക്ക് ഞാനത് എഴുതി വെച്ചിരുന്നു. സിസ്റ്റർ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാണ്, കുറച്ച് നാളുകളായി. സിസ്റ്റർ സ്വന്തം വീട്ടിലെ കാര്യം, ഒരു മലയോര ചെറിയ പ്രദേശമാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ വീട്ടിൽ സിസ്റ്ററും ഉണ്ട്, മക്കളധികമുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ആ വീട്ടിൽ ഒരു വൈദികനും ഉണ്ട്, ഒരു സിസ്റ്ററും ഉണ്ട്. അപ്പോഴേക്ക് സിസ്റ്റർ പറയുകയാണ്, അച്ഛാ ഒരു മലയോര പ്രദേശമാണ്. അപ്പോഴേക്ക് സിസ്റ്ററിൻ്റെ അപ്പച്ചനും അമ്മച്ചിയും, വളരെ രസകരമാണ്, അപ്പച്ചനും അമ്മച്ചിയും എല്ലാ ദിവസവും പള്ളിയിൽ പോവും, എല്ലാ ദിവസവും പള്ളിയിൽ പോവും. അതിലൊരു അസ്വാഭാവികമായിട്ടൊന്നുമില്ല എന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ ഒരു പ്രത്യേകതയുള്ളത്, അവരെല്ലാ ദിവസവും പ്രായമായിട്ടും പള്ളിയിൽ പോകുന്നത് 2 മണിക്കൂർ നടന്നിട്ടാണ്, അല്ലേ? അതായത് ഒരു സൈഡ് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകാൻ 2 മണിക്കൂർ, പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ 2 മണിക്കൂർ. എന്തൊരു ആഴപ്പെട്ട
വിശ്വാസമാണല്ലേ പരിശുദ്ധ കുർബാനയോട്. അവര് ഒരു ദിവസം 4 മണിക്കൂർ നടന്നിട്ടാണ് ഒരു കുർബാന അവര് അർപ്പിക്കുന്നത്. അച്ഛൻ ചോദിക്കട്ടെ, അതൊരു അധികം മക്കളൊക്കെ ഉള്ളൊരു വീടായിരുന്നു. അപ്പോഴേക്കും ഈ 4 മണിക്കൂർ ഒരു കുർബാനയ്ക്ക് വേണ്ടി നടക്കാൻ വേണ്ടി മാറ്റി വെച്ചപ്പോഴേക്കും അച്ഛൻ ചിന്തിക്കുകയാണ്, അപ്പം രാവിലെ എഴുന്നേറ്റ് അവർ എല്ലാ പണികളുമൊക്കെ ഒതുക്കിയിട്ടാകണ്ടേ അവർ നടക്കാൻ തുടങ്ങേണ്ടത്. അങ്ങനെയെങ്കിൽ സിസ്റ്റർ പറ ഏകദേശം ഒരു 3 മണി കഴിഞ്ഞിട്ടൊക്കെ എഴുന്നേക്കണം. പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ജീവിതം. ഒരു 3 മണിക്ക് ശേഷമൊക്കെ എഴുന്നേറ്റ് വീട്ടിലെ പണിയൊക്കെ നോക്കി 2 മണിക്കൂർ നടന്ന് പള്ളിയിൽ പോയി കുർബാന കൂടുന്നു. തിരിച്ച് 2 മണിക്കൂറുള്ള നടപ്പ് വീട്ടിലേക്ക്. പ്രിയമുള്ളവരെ, അവർക്കൊക്കെ വിലയുണ്ട് പരിശുദ്ധ കുർബാനയുടെ മേൽ. മണിക്കൂറുകളല്ല അവിടെ കണക്കാക്കുന്നത്, അവരുടെ വിശ്വാസമാണ്. എത്ര ദൂരം യാത്ര ചെയ്താലും പ്രിയമുള്ള അത് കേട്ടപ്പോൾ മുതൽ എനിക്ക് അവസരം കിട്ടുന്നിടത്തൊക്കെ ഇത് ഞാൻ പറയും. ഒന്ന് ഓർത്ത് നോക്കിക്കേ പ്രിയമുള്ളവരെ, ഇപ്പോഴത്തെ കാലത്ത് മുട്ടിന് പള്ളികൾ ഉണ്ടായിട്ടൊക്കെ എന്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല ഒരു ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാനായിട്ട്? ഈ നീർച്ചാലിനെ കുറിച്ച് നമുക്ക് എന്ത് അറിവില്ലാഞ്ഞിട്ടാണോ? അൾത്താരിൽ നിന്ന് ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന ഈ നീർച്ചാല് പരിശുദ്ധ ബലിയർപ്പണമാണെങ്കിൽ ഈ അപ്പച്ചനും അമ്മച്ചിയും 4 മണിക്കൂർ സമയം നടന്ന് ദേവാലയത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഓർത്തു നോക്കിക്കേ. മുട്ടിന് ദേവാലയങ്ങളും ഇപ്പോൾ യാത്രാ സൗകര്യങ്ങളും ഒന്നെങ്കിൽ ഒരു സൈക്കിളോ ബൈക്കുകളോ ഇല്ലാത്ത വീടുകളുണ്ടോ? എന്നിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് പലർക്കുമൊക്കെ ഈ ഒരു പരിശുദ്ധ ബലിയർപ്പണത്തിൽ അത് നമ്മുടെ ജീവൻ്റെ ജലമായ ജീവൻ്റെ അപ്പമായ ബലിയർപ്പണത്തിൽ നമുക്ക് എന്തുകൊണ്ട് പങ്കെടുക്കാൻ പറ്റുന്നില്ല? മറുഭാഗത്ത് നിറയെ ജോലി തിരക്കുകളും വീട്ടുജോലികളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നമുക്കാകെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആരോട് മാത്രമാണ്? ദൈവത്തോട് മാത്രമാണ്. പുള്ളിക്കാരൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ലേ? അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞു വെക്കുന്ന ദേവാലയത്തിൽ ഒഴുകുന്ന നീർച്ചാല് ഈ കാലഘട്ടത്ത് പരിശുദ്ധ കുർബാനയാണ്. അതിനോട് ചേർന്ന് നിന്നവർക്ക് അവൻ ജീവൻ നൽകും, ഉണർവ് നൽകും. അവർക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ഈ ഒരു അരുവിയിലൂടെ നദിയിലൂടെ നൽകപ്പെടുന്നുണ്ട്. നമ്മൾ ഈ ഇടവകയിലിരിക്കുന്നത് കൊണ്ടേ പ്രായമായ അപ്പച്ചനമ്മച്ചിമാർക്കൊക്കെ അല്ലെങ്കിൽ രോഗികളായിട്ട് കിടക്കുന്നവർക്കൊക്കെ കുർബാനയ്ക്ക് കൊടുക്കാൻ പോകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, ശീലമുണ്ടല്ലോ. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോഴേക്കും എത്ര കാര്യമായിട്ടാണ് പ്രിയമുള്ളവരെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഒരുങ്ങി തീഷ്ണതയോടുകൂടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കാത്തിരിക്കണേ. ചില സമയങ്ങളിൽ നമ്മൾ പറയുന്ന സമയത്ത് ആ വീട്ടിലെത്താൻ പറ്റില്ല. പല വീടുകളും കയറി പോകുന്നത് കാരണം ചിലപ്പോൾ അരമണിക്കൂറൊക്കെ വരെ 1 മണിക്കൂറൊക്കെ വരെ താമസിക്കും. വേറെ എന്തെങ്കിലും തിരക്കുകൾ വന്നാൽ നമ്മൾ 7 മണിക്ക് ചെല്ലാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് കറങ്ങിത്തിരിഞ്ഞൊക്കെ ചിലപ്പോൾ താമസിച്ച് 8 മണിയൊക്കെ ആവും. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ, പ്രായമായവർക്ക് രോഗങ്ങളുണ്ടാവും, മരുന്നുകളുണ്ടാവും അല്ലേ, അവരത് വേണ്ട, അത് കഴിക്കുന്നില്ല. കാരണം ശീലം തെറ്റിക്കുന്നില്ല. യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരുക്കത്തോടു കൂടി കാത്തിരിക്കണം അല്ലേ? വയറ് നിറഞ്ഞ് ഓക്കെ എവറിത്തിങ് ഈസ് ഫൈൻ ഒന്നും പറഞ്ഞിരിക്കാതെ ഞാൻ എൻ്റെ യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കത്തോടു കൂടി കാത്തിരിക്കുകയാണ്. അപ്പം അവരെ വീടുകളിൽ ചെല്ലുമ്പോഴേക്കും അമ്മച്ചിമാരൊക്കെ ഒരുങ്ങി തട്ടനൊക്കെ ഇട്ട് ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും വളരെ എന്ത് രസകരമായിട്ടുള്ള കാഴ്ചയാണ്. ഒരുക്കത്തോടുകൂടി പരിശുദ്ധ കുർബാനയുടെ സ്നേഹത്താൽ കാത്തിരിക്കുന്നവർ അതൊരു അനുഭവമാക്കി മാറ്റണേ. അങ്ങനെ ഓരോ മാസം ചെല്ലുമ്പോഴുമൊക്കെ അവർ കാത്തിരിക്കണേ, അടുത്ത മാസത്തേക്ക് വേണ്ടി കാത്തിരിക്കണേ. ഇതാണ് നീർച്ചാല്, അൽത്താരിൽ നിന്നൊഴുകുന്ന നീർച്ചാല്. ഇതാണ് നമുക്ക് ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നത്, ഒരാത്മീയ ഉണർവ് നിലനിർത്തുവാനായിട്ട് സഹായിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിശുദ്ധ ബലിയാകുന്ന നീർച്ചാല് അത് എന്നിലൂടെ ഇങ്ങനെ ഒഴുകട്ടെ, എനിക്കൊരു ഉണർവ് നൽകട്ടെ, എന്നെ ശക്തിപ്പെടുത്തട്ടെ.
അത് നമുക്ക് വല്ലാത്തൊരു ബലമാണ്, വല്ലാത്തൊരു ശക്തിയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പേ ഒരു പള്ളിയിൽ ഇരുന്നപ്പോഴേക്കും ഒരു ചേട്ടൻ രാത്രി എന്തൊക്കെയോ പള്ളിയിൽ പണിയുണ്ടായിരുന്നു. പുള്ളി വേഗം ഒതുക്കിയിട്ട് പോണേ, അച്ഛാ ഇനിയെങ്കിലും ഉറങ്ങി നാളെ രാവിലത്തെ കുർബാന ഒന്ന് കൂടിയില്ലെങ്കിൽ അത് കണ്ടില്ലെങ്കിൽ പിന്നെ ആ ദിവസം പോക്കാണച്ചാ, അത് ഉറങ്ങിപ്പോയാൽ അത് പോകും. അതുകൊണ്ട് നേരത്തെ പോണേണ്. എനിക്ക് കുർബാന കൂടാതെ എൻ്റെ ജോലി, സാധാരണ ഡ്രൈവറാണ് അദ്ദേഹം, ഒരു സാധാരണ പെട്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവറാണ്. ആ കുർബാന കൂടാതെ അദ്ദേഹത്തിന് പറ്റില്ലെന്ന് അദ്ദേഹം പറയാം. എനിക്ക് പറ്റില്ല. അതൊരു ജീവൻ്റെ ജലമാണ്, അല്ലേ? നമുക്കൊക്കെ പറയാൻ പറ്റണം ഇതുപോലെ. വെല്ലുവിളിയാണ് ഇപ്പോൾ. നമുക്ക് അച്ഛൻ പറയട്ടെ, തൊട്ടടുത്ത് പള്ളികളുണ്ടായിട്ടും നമുക്കൊക്കെ എന്തുകൊണ്ട് നമ്മുടെ പള്ളികളിൽ പോയി ഒരു കുർബാനയിൽ പങ്കെടുത്ത് കുടുംബത്തേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും? നമ്മൾ കഴിഞ്ഞിടക്ക് നമ്മളെ എല്ലാവരും അതിശയപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്കൊക്കെ വലിയ ശക്തമായിട്ടൊരു വെല്ലുവിളി നൽകിക്കൊണ്ട് മരിച്ചുപോയ ഒരു യുവതി ഉണ്ടല്ലോ നമ്മുടെ എറണാകുളത്ത്. പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട് അജ്ന ജോർജ് എന്ന് പറയുന്ന ആ ഒരു കൂട്ടുകാരിയെക്കുറിച്ചൊക്കെ ഈ ഒരു അവസരത്തിൽ പറഞ്ഞില്ലെങ്കിൽ അത് പോരായ്മയായി പോകില്ലേ? പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം, നമ്മൾ തൻ്റെ വേദനകളിലും ഒക്കെ ഇത്രയും ആഴപ്പെട്ട് പരിശുദ്ധ കുർബാനയോടൊക്കെ വിടാതെ പിടിച്ചു നിന്ന ആ ചെറുപ്പക്കാരിയെ അതൊക്കെ വണങ്ങാതെ പറ്റത്തില്ല. അതൊരു അനുഭവമാക്കി മാറ്റണം. അവരൊക്കെ പരിശുദ്ധ ബലിയർപ്പണം എന്ന് പറഞ്ഞ ഒരു അനുഭവമാക്കി. ഈ നീർച്ചാല് അജ്നയുടെ അവസാനത്തെ കാലഘട്ടമൊക്കെ ചില വീഡിയോകളിലൂടെയൊക്കെ കാണാനിടയായിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു അവസരത്തിൽ. എങ്കിൽ പോലും അജ്നയുടെ അവസാന കാലഘട്ടത്തൊക്കെ കുറച്ച് അജ്ന തന്നെ സംസാരിച്ച ഓഡിയോ ക്ലിപ്പുകളൊക്കെ കേട്ടിട്ടുണ്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ പറയണത്. അങ്ങനെ മുഖമൊക്കെ വല്ലാത്തൊരവസ്ഥയിലായി, കുർബാന സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടും വികാരിയച്ഛൻ പരിശുദ്ധ കുർബാന കൊണ്ടുവന്ന് വെള്ളത്തിലൊക്കെ അലിയിപ്പിച്ച്, അങ്ങനെ പരിശുദ്ധ കുർബാന വെള്ളത്തിൽ അലിയിപ്പിച്ച് അത് ട്യൂബ് വഴിയൊക്കെ പിന്നെ പരിശുദ്ധ കുർബാന ഇറക്കി കൊടുക്കുമ്പോഴേക്ക് ആ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന മാനസികമായ ഒരു നിർവൃതി, ആത്മീയമായ ശക്തിപ്പെടുത്തൽ, നിങ്ങളൊന്ന് കേൾക്കുന്നവരൊന്നും നിങ്ങൾ യൂട്യൂബിലേക്ക് കയറി അജ്ന ജോർജ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്താൽ കിട്ടും. കാണണം നമ്മളെ വിശ്വാസങ്ങളൊക്കെ. പരിശുദ്ധ കുർബാനുള്ള സ്നേഹം, പരിശുദ്ധ കുർബാന അനുഭവിക്കുക, പരിശുദ്ധ കുർബാന പങ്കെടുക്കാനുള്ള ദാഹം, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ഒരു വിശ്വാസത്തിൻ്റെ ആഴപ്പെടൽ. അവസാനം ക്യാൻസർ വന്ന് വളരെ ദാരുണാവസ്ഥയിൽ മുഖമൊക്കെ വളരെ വികൃതമായിട്ടും ആ പെൺകുട്ടി മരിക്കുമ്പോഴും പരിശുദ്ധ കുർബാനയോടുള്ള അജ്ന പറയുന്നുണ്ട്, അതെൻ്റെ ശക്തിയാണെന്നാണ് പറയുക. അതെൻ്റെ ജീവജലമാണ്, എൻ്റെ ജീവൻ്റെ അപ്പമാണ്. ഞാൻ മരിക്കാൻ പോകണം, എങ്കിലും അതാണ് എൻ്റെ ശക്തി എന്നെ പിടിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എസെക്കിയേൽ പ്രവാചകനും പറയുന്ന ജീവൻ്റെ ജലം, അൾത്താരിൽ നിന്നൊഴുകുന്ന നീർച്ചാല്, അത് ഈ കാലത്ത് നമ്മുടെ പരിശുദ്ധ ബലിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ദേവാലയങ്ങൾ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലി അനുഭവിക്കാനുള്ള വലിയൊരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. സാധിക്കുമെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ഒരു ബലി അർപ്പിക്കപ്പെടാനായിട്ട്, ഒരു ബലിയിൽ പങ്കുചേരാനായിട്ട്, അത് ജീവൻ്റെ ജലമാണെന്നും അത് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്നുമുള്ള ഒരു അറിവിലേക്ക്, ഒരു ഉൾക്കാഴ്ചയിലേക്ക്, വിശ്വാസത്തിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെ നയിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ. ആമേൻ.